കെ.പി. ശശീല ടീച്ചർ, ഇന്ന് ജനം ഡിബേറ്റ് ചർച്ച ചെയ്യാനിരുന്നത് പുതിയ ഭാരതത്തിൻ്റെ പുതിയ ഭാവത്തെക്കുറിച്ചായിരുന്നു. സുസ്ഥിരമായ ഭരണ സംവിധാനമൊരുക്കി എന്താണ് ചെയ്യേണ്ടതെന്ന് ഉറപ്പിച്ച വിജയിച്ച ഒരു പ്രധാനമന്ത്രിയെക്കുറിച്ചായിരുന്നു, നമ്മുടെ ഭാരതത്തെക്കുറിച്ചായിരുന്നു. പക്ഷെ വളരെ പെട്ടെന്നാണ് ഈ വിഷയത്തിലേക്ക് വന്നത്. നോക്കൂ, എന്താണ് കഴിഞ്ഞ വർഷങ്ങളിൽ ഇവിടെ രാഷ്ട്രീയമായി ഉണ്ടായ മാറ്റം എന്നെല്ലാവർക്കും ബോധ്യമാണ്. ഒരു ശബരിമല സമരവും അതിനെ അടിച്ചമർത്താനുള്ള നീക്കവുമൊക്കെ എവിടെയാണ് എത്തിച്ചത് എന്നെല്ലാവർക്കും അറിയാം. എന്നിട്ടും കള്ളക്കേസുകളിലൂടെ, ഒരിക്കലും ഉണ്ടാകാൻ സാധ്യതയില്ലാത്തത് അടിച്ചേൽപ്പിക്കുന്ന കേസുകളിലൂടെ എന്താണ് ഈ സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത്? അതായത് തൊട്ടാൽ പൊള്ളുന്ന കാര്യങ്ങളെന്ന് തിരിച്ചറിവില്ലാതെയോ സർക്കാരിൻ്റെ മുന്നോട്ട് പോക്ക്? ശബരിമല ആചാര സംരക്ഷണ വിഷയം അത് തൊട്ടാൽ പൊള്ളുന്ന വിഷയമാണ് എന്ന് ഇവിടുത്തെ ഗവൺമെന്റിന് അന്നേ അറിയാമായിരുന്നില്ല. അന്ന് അതിൽ തൊട്ടത് തന്നെ മറ്റെന്തോ ദുരുദ്ദേശം വെച്ചുകൊണ്ടാണ്. കാരണം ഒരു കോടതി വിധിയുടെ മറയും പറ്റിക്കൊണ്ട് ഇവിടെ ഒരു അയ്യപ്പ ഭക്തർക്കും ആവശ്യമില്ലാത്തൊരു സംഗതി കോടതി വിധി പെട്ടെന്ന് നടപ്പിലാക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാട്ടിക്കൂട്ടിയ കോലാഹലവും ആക്ടിവിസ്റ്റുകളെ വേഷം കെട്ടിച്ച് അവിടെ കൊണ്ടുപോയി മുഴുവൻ അയ്യപ്പ ഭക്തരുടെയും കണ്ണീര് ഊഹിച്ചതൊക്കെ ഒന്നും നമ്മൾ മറന്നിട്ടില്ല. നമ്മൾ എത്ര മറക്കാൻ ശ്രമിച്ചാലും ഒരുപക്ഷെ നമ്മുടെ മനസ്സിൽ കേരളത്തിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളിൽ നമ്മൾ ഒരിക്കലും മറക്കാത്ത ഒരേടാണ് അതെന്ന് നമുക്കറിയാം. അപ്പോൾ അത് അന്ന് തീർന്നില്ല. ആക്ടിവിസ്റ്റുകളെ വേഷം കെട്ടിച്ച് കൊണ്ടുപോയി 10,000-കണക്കിന് ആളുകളെ കേസിൽപ്പെടുത്തി ഒരുപാട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയാണ് നമ്മൾ പല കേസുകളിലായി പിഴയായി കെട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓരോ സ്ഥലത്തും നാമഞ്ചേരിയതിന്റെ ആണെങ്കിൽ മറ്റു എല്ലാം നമ്മൾ കേസ് തീർക്കുന്നത് അതാത് സ്ഥലങ്ങളിൽ പിഴ കൊടുത്തുകൊണ്ടാണ്. കോടിക്കണക്കിന് രൂപയാണ് നമുക്ക് ഈ ഒരൊറ്റ വിഷയത്തിൽ മാത്രം പിഴ കൊടുത്ത് തീർക്കുന്നത്. ഇതെല്ലാം ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തോടുള്ള വൈരാഗ്യത്തിന്റെയും വെറുപ്പിന്റെയും ബാക്കിയാണ്. അത് രാഷ്ട്രീയമല്ല, ഒരു സമൂഹത്തോടുള്ള വൈരാഗ്യവും വെറുപ്പുമാണ് കാണിക്കുന്നത്. ഈ കോടിക്കണക്കിന് രൂപ നഷ്ടപരിഹാരം അല്ലെങ്കിൽ പിഴയായി കെട്ടിച്ചു. ഈ അനന്തമായ നിയമ നടപടികളിലൂടെ നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇനി ഇതൊന്നും പോരാതെയാണ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഇത്തരത്തിൽ വീണ്ടും കേസുകൾ ചാർജ് ചെയ്തും അതിലേക്ക് കൂടുതൽ പ്രതികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അപ്പോൾ ഒന്നും മറക്കുകയല്ല, ഒന്നും ഒഴിവാക്കുകയുമല്ല, മറിച്ച് അന്ന് കൈപൊള്ളി എന്നുള്ള വ്യക്തമായ ബോധ്യം അവർക്കുണ്ട്. ഇപ്പൊ രാഷ്ട്രീയമായ ഇച്ഛാശക്തിയും ഭരണകൂടത്തിന്റെ എല്ലാ മർദ്ദന ഉപാധികളും എല്ലാം ഉപയോഗിച്ചുകൊണ്ടും ഇവിടുത്തെ സാധാരണക്കാരായ ഹൈന്ദവ ഭക്തർക്ക് മുന്നിൽ അവർക്ക് പൊള്ളി എന്നത് സത്യമാണ്. അപ്പോൾ അന്നത്തെ കേട് തീർക്കാൻ ഇപ്പൊ കാലം മുന്നോട്ട് പോയപ്പോഴും ഞങ്ങൾ ഇതൊന്നും വിട്ടിട്ടില്ല. ഞങ്ങൾ ഇതിന്റെ പുറകെയുണ്ട്. ഇതിന് നേതൃത്വം കൊടുത്തവരെ ഞങ്ങൾ പൂട്ടും. കാരണം അന്ന് ഹൈന്ദവ സമൂഹം തെരുവിലിറങ്ങിയത് ഇവരൊക്കെ നേതൃത്വം കൊടുക്കുന്നത് കൊണ്ടാണ് എന്നുള്ള ധാരണയിൽ നേതൃത്വത്തെ പൂട്ടാം. തെറ്റിപ്പോയി CPM. അങ്ങനെ കാരണം ഇവിടെ നേതാക്കൾ അണികൾ എന്ന വ്യത്യാസം സംഘപരിവാർ പ്രസ്ഥാനങ്ങളിലോ പ്രത്യേകിച്ച് ഹൈന്ദവ സംഘടനകളിലോ ഇല്ല. ഇവിടെ ഏറ്റവും താഴത്തെ ഒരു അണിക്ക് വരെ ഇത്തരം ഒരു വിഷയത്തിൽ തനതായ രൂപത്തിൽ പ്രതികരിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നേതാക്കളെ കൂട്ടിയത് കൊണ്ടോ ഈ പറഞ്ഞ പോലെ തന്നെ സാധാരണക്കാരനെ എണ്ണിയാലൊടുങ്ങാത്ത കേസുകളിലേക്ക് തള്ളിവിട്ടത് കൊണ്ടോ മാത്രം ഏതെങ്കിലും വിധത്തിൽ ഇതിന്നൊക്കെ രക്ഷപ്പെടാമെന്ന് അവർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, നാളെ വീണ്ടും ശബരിമലയെ യുദ്ധക്കളമാക്കി മാറ്റാൻ അവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അത് തീർച്ചയായും അവർക്ക് തെറ്റിപ്പോകും എന്നേ പറയാനുള്ളൂ. കാരണം ഹൈന്ദവ സമൂഹം ഒരുപാട് സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്താണ് ഇവിടെ ജീവിച്ചു പോകുന്നത്. പ്രത്യേകിച്ച് ഇവരുടെയൊക്കെ ഭരണത്തിന് കീഴിൽ അത് ആ സഹനത്തിന് ക്ഷമയ്ക്കൊക്കെ ഒരു പരിധിയുണ്ട്. ഇതിപ്പോ പരിധി കടന്നിരിക്കുന്നു. എത്രയോ കോടതി വിധികൾ നടപ്പിലാക്കാൻ എത്ര പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും നടപ്പിലാക്കാത്ത ഭരണകൂടം നമുക്ക് ഏതൊക്കെ വിഷയങ്ങൾ, ഇപ്പോ സഭാ തർക്കത്തിന്റെ വിഷയമാകട്ടെ, മുമ്പൊരിക്കൽ നമുക്കറിയാം വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട വിഷയമാകട്ടെ, CAA എതിർപ്പ് നടന്ന ബഹളമാകട്ടെ, ഇവിടെയൊക്കെ തന്നെ ഭരണകൂടം ഒരു പക്ഷേ ഒരു ഭരണകൂടം കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അത്തരത്തിൽ ചില അടവ് നയങ്ങളൊക്കെ എടുക്കേണ്ടി വരും. പക്ഷെ ഇവിടെ ഹൈന്ദവ സമൂഹത്തോട് ചെയ്തത് എന്താണ്? കോടതി വിധി വന്ന മഷി ഉണങ്ങുന്നതിന് മുമ്പ് നടപ്പിലാക്കാൻ ചാടിപ്പുറപ്പെടുക ചെയ്തത്. നിങ്ങൾ ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തർ കരഞ്ഞാലും ആത്മഹത്യ ചെയ്താലും ആത്മഹത്യകൾ വരാൻ വിഷയത്തിൽ നടന്നു. ഇതൊന്നും ഞങ്ങളെ ബാധിക്കില്ല എന്ന വിഷയത്തിലാണ് അന്ന് മുന്നോട്ട് പോയത്. അയ്യപ്പ ഭക്തരെ തല്ലി ചതച്ചു എത്ര സംഭവങ്ങളിൽ, പോലീസ് പീഡനത്തിൽ ആളുകൾ കൊല്ലപ്പെട്ടില്ല. ഇതൊന്നും പോരാതെ പാർട്ടി കല്ലെറിഞ്ഞു കൊന്നില്ലേ? ചന്ദ്രനിട്ടാൻ ചേട്ടനെ പന്തളത്ത് കല്ലെറിഞ്ഞല്ലേ കൊന്നത്? അപ്പോ പാർട്ടിയുടെ മർദ്ദന ഉപാധിയായ പോലീസ് സംവിധാനവും ഒരുമിച്ച് ഹൈന്ദവ വേട്ടയ്ക്ക് ഇറങ്ങിയതാണ് ശബരിമല ആചാര സംരക്ഷണ വിഷയത്തിൽ നമ്മൾ കണ്ടത്. അപ്പൊ അത് തീർന്നു എന്നാരും ധരിക്കണ്ട. ഞങ്ങൾ നിങ്ങളുടെ പുറകെ തന്നെയുണ്ട്. ഒന്നുകിൽ സമ്മർദ്ദ തന്ത്രമാകാം, ഞങ്ങളോടൊപ്പം നിന്നാലേ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയോ ഉള്ളൂ എന്ന സമ്മർദ്ദ തന്ത്രമാകാം. അതുമല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലൊക്കെ വോട്ട് തട്ടാനുള്ള അടവായിരിക്കാം. ഏതായാലും ഹൈന്ദവ സമൂഹത്തിന് ഇതിൽ നിന്ന് പിന്മാറാൻ സാധ്യമല്ല. കാരണം അവരെ സംബന്ധിച്ച് ഇത് അത്രയും ഹൃദയത്തിൽ തട്ടിയൊരു വിഷയമാണ്. നിങ്ങൾ കേസെടുത്താലും ശരി, പിഴയടപ്പിച്ചാലും ശരി, ഞങ്ങളെ തൂക്കിക്കൊന്നാലും ശരി, ഈ വിഷയത്തിൽ അതിൽ പ്രായഭേദമന്യേ ആരും ആയിക്കൊള്ളട്ടെ,
ഈ വിഷയത്തിൽ മുന്നോട്ട് വെച്ച കാല് ഞങ്ങൾ ആരും പുറകോട്ട് എടുക്കില്ല എന്ന് മാത്രമാണ് പറയാനുള്ളത്. അവിടെ നിങ്ങൾക്ക് തെറ്റിപ്പോകും. നിങ്ങൾ കണ്ടിട്ടില്ല ഇതുപോലുള്ളൊരു സംവിധാനത്തെ, ഇത്രയും ഇച്ഛാശക്തിയുള്ള ഒരു കൂട്ടം ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകില്ല. അപ്പൊ നിങ്ങളുടെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട് മുന്നോട്ട് തന്നെ ഞങ്ങൾ നീങ്ങും. ഞങ്ങളെ കോടതികളിൽ തളച്ചിടാം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെയാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം ഇത് എന്തെങ്കിലും ഒരു യുക്തി, ഇപ്പോ ഹർത്താൽ പ്രഖ്യാപിച്ചതിന്റെ പേരിലാണ് ഞങ്ങളെയൊക്കെ പ്രതികളാക്കിയത്. ശരി, അങ്ങനെയാണെങ്കിൽ ഹർത്താൽ പ്രഖ്യാപിച്ചതിൽ രണ്ടാൾ മാത്രമേ ഉള്ളൂ, ഒന്ന് ഞാനും എന്ന് SJR കുമാർജിയും. എന്തിന്റെ പേരിലായിരുന്നു ബാക്കിയുള്ളവരെയൊക്കെ പെടുത്തി? അവരാരും ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടില്ല. കേരളത്തിലെ മറ്റൊരു നേതാക്കളും ആ വിഷയത്തിൽ ഹർത്താൽ പ്രഖ്യാപിച്ചില്ല. ഞങ്ങൾ രണ്ടുപേര് ആണ് ഹർത്താൽ പ്രഖ്യാപിച്ചത്. ഞങ്ങളല്ലേ പ്രതികളാകേണ്ടിയിരുന്നുള്ളൂ? ഡോക്ടർ സെൻകുമാർ, മറ്റേ രാധാകൃഷ്ണൻ സാർ, ഇവരൊക്കെ ഇതിലെങ്ങനെയാണ് പ്രതിയായി വന്നത്? അഖിലേന്ത്യാ ചുമതലയുള്ള ആളുകളൊക്കെ എങ്ങനെയാണ് ഇതിൽ പ്രതിയായി വന്നത്? അപ്പോ ഒരു വിധത്തിൽ, ഒരു തരത്തിൽ ഇവർക്ക് ഇതിനെ ന്യായീകരിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം കോടതികളിൽ ഇത് പോയി പോകുന്നു. കാരണം ഹൈക്കോടതികളിൽ ഇത് എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് തള്ളുന്നുണ്ട് ഈ കേസുകൾ. കാരണം നിയമപരമായി ഒരു നിലനിൽപ്പില്ലാത്ത വിധത്തിലാണ് ഈ കേസുകൾ ചാർജ് ചെയ്ത് പോയിരിക്കുന്നത്. അപ്പൊ ഇത് അറിഞ്ഞിട്ട് എന്തിനാണ് ഇതിന് നിൽക്കുന്നത്? അപ്പോ ശരിക്കും പറഞ്ഞാൽ പിണറായി വിജയൻ എന്ന ആഭ്യന്തരമന്ത്രിയുടെ പരാജയമാണ് ഇവിടെ കാണിക്കുന്നത്. ഒരു ആഭ്യന്തരമന്ത്രിക്ക് ഇത്തരത്തിലാണോ ജനങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കും? ഇങ്ങനെയാണോ നിയന്ത്രിക്കേണ്ടത്? ഇതാണോ രാഷ്ട്രീയം? അപ്പൊ ആഭ്യന്തരമന്ത്രിയുടെ പരാജയമാണ്. CPM എന്ന പ്രസ്ഥാനത്തിന്റെ, അവരുടെ പ്രത്യയശാസ്ത്രത്തിന്റെ, അവർ ഈ വിഷയത്തിൽ ശരിക്കും പറഞ്ഞാൽ ആത്മഹത്യ ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അവരുടെ ആത്മഹത്യയാണ് ഇത് കാണിക്കുന്നത്. അവരുടെ പരാജയമാണ് ഈ വിഷയത്തിൽ ടീച്ചർ. ഈ നമ്മുടെ അഡ്വക്കേറ്റ് TS ഉല്ലാസ് ബാബു പറഞ്ഞു വെച്ച ഒരു കാര്യത്തിന്റെ ചുവട് പിടിച്ചാണ് ചോദ്യം. ഇതെങ്ങനെ കുറ്റപത്രമാകും? ഇത് കുറ്റപത്രമല്ല, കള്ളപത്രമല്ലേ? ഇതിനെങ്ങനെ കുറ്റപത്രം എന്ന് പറയാം? കുറ്റം ചെയ്തവരല്ലേ? കാരണം എങ്ങനെയാണ് ഇതിനെ ന്യായീകരിക്കുക? അതാണ് ഞാൻ പറഞ്ഞത്. ഹർത്താൽ ആഹ്വാനം ചെയ്തതിന്റെ പേരിൽ ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ. ഞങ്ങൾ രണ്ടുപേരാണ് ഹർത്താൽ ആഹ്വാനം വന്ന് ചെയ്തിരിക്കുന്നത്. അതിലെങ്ങനെ സംഘത്തിന്റെ ഒക്കെ ആളുകൾ പറഞ്ഞത് പ്രാന്ത സംഘചാലകമായിരുന്ന PD മേനോൻ സാർ വരെ അതിനകത്ത് പ്രതിയാണ്. സംഘം ഇതിനകത്ത് ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഹർത്താൽ ആഹ്വാനം ചെയ്തിട്ടില്ല, യാതൊന്നും ഇത് ചെയ്തിട്ടില്ല. ഇത് ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിലാണ് നടന്നത്. ആ ശബരിമല കർമ്മസമിതിയുടെ ഉത്തരവാദിത്വം, അത് കേരള സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്വം എന്ന നിലയിലാണ് ഞാനും SJR കുമാർജിയുമാണ് ചെയ്തത്. അപ്പോ രാഷ്ട്രീയ വൈരാഗ്യമുള്ള എല്ലാവരെയും ഇതിലേക്ക് വലിച്ചഴക്കുക എന്നുള്ളത് മാത്രമാണ്. ഒരു ഹർത്താൽ ആഹ്വാനം ചെയ്തു എന്നതിന്റെ പേര് 2 ദിവസം, ഹർത്താൽ ഒരു ദിവസമേ ഉള്ളൂ, 2 ദിവസം നടന്ന എല്ലാ കേസുകളിലും ഞങ്ങളെയൊക്കെ പ്രതിയാക്കി. ഇനി എനിക്ക് തോന്നുന്നു അതേ ദിവസമാണ് ചന്ദ്രനുണ്ണിത്താന്റെ തലയ്ക്ക് കല്ലെറിഞ്ഞ് കൊന്നത്. ഇനി അതിലും ഞങ്ങളെ കൊണ്ട് പ്രതിയാക്കുമെന്ന് നിശ്ചയില്ല. അത് ഇത് ദിവസം നടന്നതാണല്ലോ. ഇപ്പൊ CPMന്റെ മാർക്സിസ്റ്റുകാര് തലയ്ക്ക് കല്ലെറിഞ്ഞ് തല പൊളിച്ച് കൊന്നതിൽ ഇനി ഞങ്ങൾ ഒന്നാം പ്രതിയാകുമോ എന്ന് മാത്രമേ കാണുള്ളൂ. ഇത് കേരളമാണ്, പിണറായി വിജയൻ ഭരിക്കുന്ന കേരളമാണ്. അങ്ങനെ നടന്നാലും നമുക്കതിൽ അതിശയൊന്നും പറയാൻ വയ്യ. ഈ കുറ്റപത്രമൊക്കെ സമർപ്പിക്കുന്നത് എത്ര അന്വേഷണത്തിന് ശേഷമാണ് ഒരു കുറ്റപത്രം സമർപ്പിക്കേണ്ടത്? വായ തോന്നിയ വിധത്തിലാണ് കുറ്റപത്രം സമർപ്പിക്കേണ്ടത്. പലപ്പോഴും ദിവസങ്ങൾ എടുക്കും ഒരു കുറ്റപത്രം. ഒരാളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാണ് പോലും ദിവസങ്ങൾ എടുത്തിട്ടാണ്, മാസങ്ങൾ എടുത്തിട്ടാണ് കുറ്റപത്രം സമർപ്പിക്കുക. എത്ര അന്വേഷണത്തിന് ശേഷമാണത് നടത്തുന്നത്? ഇവരെന്ത് അന്വേഷണമാണ് നടത്തിയത്? ഞങ്ങളൊക്കെ ബാബാബു സാറത്ത് ഉണ്ടായിരുന്നു എന്നാണ് ഇവരുടെ അന്വേഷണത്തിൽ തെളിഞ്ഞത്. ഞങ്ങളൊക്കെ ഈ കേസിൽ പ്രതിയായിരുന്നു എന്നാണ് ഇവരുടെ അന്വേഷണത്തിൽ തെളിഞ്ഞത്. അപ്പൊ എന്ത് അന്വേഷണമാണ് നടക്കുന്നത്? AKG സെന്ററിനാണോ കുറ്റപത്രം തയ്യാറാക്കിയത്? അങ്ങനെ AKG സെന്ററിനും ആവാൻ വഴിയില്ല. കാരണം അവിടെ രാഷ്ട്രീയമായ എന്തെങ്കിലും ഒരു ധാരണ ഉണ്ടാവില്ല. AKG സെന്ററിന്റെ അടുത്തുള്ള ഏതെങ്കിലും ബാറെന്നോ കള്ളുഷാപ്പെന്നോ ആയിരിക്കും മിക്കവാറും ഈ കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്.